നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി. വാരാന്ത്യ കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒറ്റയേറിൽ ഫൈനലിന് യോഗ്യത നേടി നീരജ്. ഫൈനൽ ഓഗസ്റ്റ് 8-ന്. ഹോക്കിയിൽ പൊരുതിത്തോറ്റ് ഇന്ത്യ. ഇനി പോരാട്ടം വെങ്കലത്തിനായി. പാരീസ് ഒളിമ്പിക്സ് 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഫൈനൽ കടന്ന് അവിനാഷ് സാബ്ലെ. വാർത്തകൾ വിശദമായി. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിലെ സ്വർണ്ണ മെഡൽ ജേതാവും ഇന്ത്യയുടെ സൂപ്പർ താരവുമായ നീരജ് ചോപ്ര ഫൈനലിൽ. ആദ്യ ത്രോയിൽ 89.34 മീറ്റർ ദൂരം ജാവലിൻ പായിച്ചാണ് താരം ഫൈനലിൽ യോഗ്യത നേടിയത്. ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പാക്കി ഇന്ത്യയുടെ നീരജ് ചോപ്ര. 84 മീറ്റർ ആയിരുന്നു ഫൈനലിലേക്ക് യോഗ്യത നേടാൻ താണ്ടേണ്ട ദൂരം. ആദ്യ ശ്രമത്തിൽ 89.34 മീറ്റർ പിന്നിട്ടാണ് നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് യോഗ്യത ഉറപ്പാക്കിയത്. സീസണിലെ ഏറ്റവും മികച്ച ത്രോയും യോഗ്യതാ റൗണ്ടിലെ മികച്ച ത്രോയുമായിരുന്നു നീരജിന്റേത്. ഫൈനലിൽ നീരജിന്റെ പ്രധാന എതിരാളികളിൽ ഒരാളായ പാക് താരം അർഷാദ് നദീമും ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനലിലേക്ക് യോഗ്യത നേടി. 86.59 മീറ്റർ എറിഞ്ഞാണ് പാക് താരം യോഗ്യത നേടിയത്. ഗ്രൂപ്പ് ബിയിലാണ് ഇരുവരും മത്സരിച്ചത്. നേരത്തെ ഗ്രൂപ്പ് എയിൽ നിന്ന് 4 പേർ ഫൈനൽ റൗണ്ടിന് യോഗ്യത നേടിയിരുന്നു. ഏറ്റവും മികച്ച ദൂരം താണ്ടുന്ന 12 പേരാണ് ഫൈനലിലെത്തുക. ഓഗസ്റ്റ് 8-നാണ് ഫൈനൽ. അതേസമയം എ ഗ്രൂപ്പിൽ മത്സരിച്ച മറ്റൊരു ഇന്ത്യൻ താരം കിഷോർ കുമാർ ജനയ്ക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാനായില്ല. ആവേശം അവസാന സെക്കൻഡ് വരെ നീണ്ട സെമി പോരാട്ടത്തിൽ ഇന്ത്യയെ 3-2 വീഴ്ത്തി ജർമ്മനി ഫൈനലിലെത്തി. ഇന്ത്യക്കിനി സ്പെയിനിനെതിരെയാണ് വെങ്കല മെഡൽ പോരാട്ടം. ഗൊൺസാലോ പീലറ്റും ക്രിസ്റ്റഫർ റൂഹറും മാർക്കോയും ജർമ്മനിക്കായി വലകുലുക്കിയപ്പോൾ ഇന്ത്യൻ നിരയിൽ ഹർമൻപ്രീതും സുഖ്ജിത് സിംഗും ലക്ഷ്യം കണ്ടു. ഹോക്കിയിൽ 8 തവണ ഒളിമ്പിക് സ്വർണം നേടിയവരായിട്ടും 1980 ശേഷം രാജ്യത്തെത്താത്ത കനക പതക്കം തേടിയായിരുന്നു അവസാന 4-ലെ പോരിൽ ടീം ഇന്ത്യ ഇറങ്ങിയത്. ഇന്ത്യ ഉജ്ജ്വലമായി തുടങ്ങുകയും ലീഡ് പിടിക്കുകയും ചെയ്തായിരുന്നു കളി ആരംഭം. പാരീസിൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യ മുന്നിലെത്തി. 7-ാം മിനിറ്റിൽ നായകൻ ഹർമൻപ്രീത് സിംഗ് ആണ് ലക്ഷ്യം കണ്ടത്. പെനാൽറ്റി കോർണറിൽ നിന്നാണ് താരം ഗോൾ കണ്ടെത്തിയത്. 2-ാം ക്വാർട്ടറിന്റെ അവസാനം ജർമ്മനി വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇന്ത്യ പ്രതിരോധത്തിലായി. 36-ാം മിനിറ്റിൽ പെനാൽറ്റി കോർണറിലൂടെ തന്നെ ഇന്ത്യയും ലീഡെടുത്തു. എന്നാൽ 54-ാം മിനിറ്റിൽ ഇന്ത്യയെ ഞെട്ടിച്ച് ജർമ്മനി ലീഡെടുത്തതോടെ ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷ അസ്തമിച്ചു. വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടും. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസ് ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി അവിനാഷ് സാബ്ലെ ചരിത്രം കുറിച്ചു. ഹീറ്റ്സിൽ 8 മിനിറ്റ് 15.43 സെക്കൻഡിൽ 5-മതായാണ് അവിനാഷ് ഫിനിഷ് ചെയ്തത്. തുടക്കത്തിൽ 4 ലാപ്പുകളിൽ മുന്നിട്ട് നിന്ന ശേഷം ആദ്യ 3 സ്ഥാനക്കാർക്ക് തൊട്ടു പിന്നിലായി സാബ്ലെ മുന്നേറി. എന്നാൽ അവസാനത്തേതിന് തൊട്ടു മുൻപത്തെ ലാപ്പിൽ വേഗം കൂടിയപ്പോൾ 2-ാം സ്ഥാനത്തെത്തിയെങ്കിലും ഫിനിഷ് ലൈനിന് അടുത്തെത്തുമ്പോഴേക്കും വേഗം നഷ്ടമായതോടെ 5-ാം സ്ഥാനത്തായി. സ്റ്റീപ്പിൾ ചേസിലെ 3 ഹീറ്റ്സിൽ ഓരോന്നിലും ആദ്യത്തെ 5 സ്ഥാനത്തെത്തുന്ന താരങ്ങളാണ് ഫൈനലിലെത്തുക. ഓഗസ്റ്റ് 8 വ്യാഴാഴ്ചയാണ് ഫൈനൽ. ടോക്കിയോ ഒളിമ്പിക്സിലെ ഹീറ്റ്സിൽ അവിനാഷ് ദേശീയ റെക്കോർഡ് മെച്ചപ്പെടുത്തിയെങ്കിലും തന്റെ ആദ്യ സമ്മർ ഗെയിംസിൽ അവിനാഷ് സാബിളിന് ഫൈനലിൽ കടക്കാനായിരുന്നില്ല. ഇതിനു മുൻപ് 2016 റിയോ ഒളിമ്പിക്സിൽ ലളിത ബാബർ സ്റ്റീപ്പിൾ ചേസ് ഫൈനലിലെത്തിയിരുന്നു. 29-കാരനായ അവിനാഷിന്റെ പേരിലാണ് ദേശീയ റെക്കോർഡ്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ടേബിൾ ടെന്നീസിൽ ചരിത്രം കുറിച്ച ഇന്ത്യ. ഇന്ത്യൻ വനിതാ ടീം റൊമേനിയയെ തകർത്താണ് ഒളിമ്പിക്സ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചത്. മനിക ബത്ര നയിച്ച ടീമാണ് ഇന്ത്യക്ക് വേണ്ടി വിജയം കൊയ്തത്. റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ മുന്നിലുള്ള റൊമേനിയയെ 3-2 എന്ന സ്കോറിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ശ്രീജ ആഗുലയും അർച്ചന കാമത്തുമാണ് ടീമിലെ മറ്റു താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ വനിതാ ടീമിനെ നയിക്കാൻ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ 2 വെങ്കല മെഡലുകൾ നേടിയ മനു ഭാക്കറാകും സമാപന മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക വഹിക്കുകയെന്ന് ടീം അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന ജൂനിയർ പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 8 മുതൽ 11 വരെ ന്യൂ ഹോക്കി സ്റ്റേഡിയം കൊല്ലത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ മലയാളി താരം അബ്ദുള്ള അബൂബക്കർ ഇന്നിറങ്ങും. രാത്രി 10:45 നടക്കുന്ന പുരുഷന്മാരുടെ ട്രിപ്പിൾ ജംപ് യോഗ്യതാ മത്സരത്തിൽ അബ്ദുള്ളയ്ക്ക് പുറമെ പ്രവീൺ ചിത്രവേലും മത്സരിക്കും. വിജയികളായിരിക്കും ഫൈനലിന് യോഗ്യത നേടുക. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.